അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ ആത്മനിയോഗത്തോടെ ദൈവശക്തിയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് തുടർന്നുള്ള സമയം, തുടർന്നുള്ള ഒരു 15-20 മിനിറ്റ് ശൈലിപ്രാസം അത് കഴിഞ്ഞിട്ട് യാഗേഷ് പാസം ദൈവവചനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയായിട്ടിനും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവദാസനമായി അതിനായിട്ട് ഞാൻ ഞാൻ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷമുടിപ്പിച്ചതും, ഞാൻ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷമുടിപ്പിച്ചതും, നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർക്കുമോ? നീ ഓർത്തു നോക്കുമോ? നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർക്കുമോ? നീ ഓർത്തു നോക്കുമോ? നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു സമയം ദിവസം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസന്മാരുടെ നടുവിൽ വചനവുമായി നിൽപ്പാൻ ദൈവം തന്ന സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായ സേവനമനുഷ്ഠിക്കുന്ന ഇപ്പോൾ എൻ്റെ ആത്മീയ പിതാവായിരിക്കുന്ന ദൈവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വളരെ ചുരുക്കം നാളുകൾ മാത്രമേ ഇവിടെ നിങ്ങളോടൊപ്പം ആയിരുന്നുള്ളൂ. ആ നാളിലെ ശുശ്രൂഷകൾ എനിക്ക് വളരെ അനുഗ്രഹവും വിടുതലുമായിരുന്നു. പലപ്പോഴും പല വിധമായ പ്രയാസങ്ങളുടെയും ഭാരങ്ങളൊക്കെയാണ് ഞാൻ ഓരോ മീറ്റിങ്ങിലും സമ്മതിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കടന്നുപോയ മാനസികമായ സംഘർഷങ്ങൾ നടുവിലൊക്കെ വലിയ ദൈവപ്രവൃത്തി ഉൾപ്പെട്ടു. ദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം നന്നായി നല്ല സമയത്തെ ഓർത്ത് രാഗശ്വാസനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ വിളിക്കുവാനും ഇടയ്ക്കൊക്കെ ഞാൻ വന്നിട്ട് ഇത്ര ദിവസം ആയതുള്ളൂ എന്നെ വിളിക്കുവാനും എങ്ങനെയുണ്ട് അനുഷ്ഠിക്കുന്നതൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭ കുടുംബമായി ഞങ്ങളോട് കാണിക്കുന്ന നല്ല സ്നേഹത്തിനും സഹകരണത്തിനും ആദ്യമായി നന്ദി പറഞ്ഞ് ഈ കുടുംബത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ആദ്യമായി ഇവിടെ കടന്നു വരുന്നവിടെ ആയിരിക്കുന്ന പ്രിയമാതാവിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നൽകിയിട്ടുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള അഭിഷേക ദൈവദാസന്മാർ നമ്മുടെ അടുവിലുണ്ട്. നടുവിൽ വളരെ ചെറുപ്പമാണ്, വളരെ പ്രാരംഭ ഘട്ടത്തിലേക്ക് സൂക്ഷിയിൽ കടന്നു വന്ന വ്യക്തിത്വമാണ്. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ചില പ്രകാശനം, ദൈവം തന്ന ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുമായി ഇടപെട്ട് ഒരുമിച്ച് ദിവസം ഇരുപ്പാൻ ഒരുമിച്ച് കർത്താവിനെ പ്രാപിച്ചിരിക്കാൻ ഞാൻ ആധാരമായി ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. Deuteronomy chapter 4 verse 9 and 10. Deuteronomy chapter ആവർത്തന പുസ്തകം 4-ാം കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. നമ്മുടെ കണ്ണുകളിലേക്ക് കർത്താവേ നല്ല സമയത്തിനായ നന്ദി പറയുന്നു. നൽകി തന്ന നല്ല വചനത്തിനായ നന്ദി പറഞ്ഞപ്പോൾ അങ്ങയുടെ പാതവിടത്തോടെ ഞങ്ങൾ അടുത്തുന്ന കുറിച്ച് മറയപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഇതിനെ സംസാരിക്കാൻ അടിയനെ ശക്തീകരിക്കണം. കടന്നു വന്നൊരു ജീവിതത്തിനായി സ്തോത്രം, അഭിഷേക ദേവദാസന്മാർക്കായി സ്തോത്രം. എന്ന പകൽക്കാലം ഒരുമിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അതിനായി അങ്ങയുടെ കരങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ഭവനത്തിന് കടന്നു വന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ് നാം വായിപ്പാനിടയായി തീർന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലപ്പോഴും നാം വായിക്കുകയും പ്രാരംഭ വർഷങ്ങളായപ്പോൾ തന്നെ നമ്മൾ വായിക്കുകയും നമ്മൾ അതുപോലെ അനവധി ഭാഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണല്ലോ ഇന്ന് പകൽക്കാലം വായിപ്പാനിടയായി തീർന്നത്. ഈ ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അതിന് മുമ്പുള്ള 4 പുസ്തകങ്ങളുടെ സംക്ഷിപ്ത രൂപം, അല്ലെങ്കിൽ ഒന്നുകൂടെ ആ 4 പുസ്തകങ്ങളുടെ അകത്ത് മോശയുടെ കരങ്ങളാൽ രചിക്കപ്പെട്ട ആ പഞ്ചഗ്രന്ഥങ്ങളുടെ അകത്തെ ആ ഗ്രന്ഥങ്ങളുടെ അകത്തെ ഈ 4 പുസ്തകങ്ങളെ പ്രത്യേക ഉൽപ്പത്തി മുതൽ
ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ പുസ്തകങ്ങളിലെ ആ വിഷയങ്ങളെ ഒന്നുകൂടി ആധികാരികമായി അല്ലെങ്കിൽ ഒന്നുകൂടി അതിനെ ആവർത്തിച്ച് പറയുന്ന അനുഭവങ്ങളാണ് നമുക്ക് ഈ ആവർത്തന പുസ്തകത്തിൽ കാണുവാനാണ്. കാരണം അതിനകത്തൊരു ആവർത്തനമുണ്ട്. ഈ പറയപ്പെട്ട 4 പുസ്തകങ്ങളിലെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇതിനകത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം. എന്തുകൊണ്ടാണ് ഈ ആവർത്തന പുസ്തകം, എന്തുകൊണ്ടാണ് വീണ്ടും ഈ ആവർത്തനം എന്നൊരു പുസ്തകം എഴുതപ്പെട്ടതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഭാഗം ഈ വായിച്ച വാക്യത്തിനകത്ത് തന്നെ ഉണ്ട് ഈ പുസ്തകം എഴുതാനുള്ള കാരണം. എന്തുകൊണ്ടാണ് ഈ പുസ്തകം, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം എഴുതുവാൻ, ആവർത്തനം എന്നൊരു പുസ്തകം എഴുതുവാൻ, ഡ്യൂട്രോണമി എന്നൊരു പുസ്തകം എഴുതുവാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവനെ മനസ്സിൽ വിട്ടുപോകാതിരിക്കുകയും മാത്രം സൂക്ഷിച്ചതിനെ. അപ്പോ ഇവിടെ പറയുകയാണ്, നീ എന്ത് ചെയ്യരുത്, ഒന്നാമത് പറഞ്ഞേക്കാണ് കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പൊ ചില കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു ജനം, എന്ത് ചെയ്തു, പല കാര്യങ്ങൾ എന്ത് ചെയ്തു, മറന്നുപോയി. അപ്പൊ മറന്നുപോയതിനെ വീണ്ടും ഓർപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകമാണ് ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. അപ്പോ ഈ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരേണ്ട കാര്യം, ഞാനും നിങ്ങളും മറന്നുപോയ ചില കാര്യങ്ങളെ ഓർപ്പിക്കുന്ന പുസ്തകമാണ് ആവർത്തന പുസ്തകം. ഈ വചനം എല്ലാം നമ്മളെ ഓർപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മളെ യേശു കർത്താവ് അല്ലെങ്കിൽ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, യഹോവയാണ് അല്ലെങ്കിൽ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമുക്ക് വേദപുസ്തകം കടന്നു പോകുമ്പോൾ അനേകയിടങ്ങളിൽ മറന്നു പോകരുതെന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന. പറയും, നിന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പൊ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഭാഗം ഉദ്ധരിച്ച്, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായി, എന്തുകൊണ്ടാണ് ആത്മാവിനാൽ ഇങ്ങനെ എഴുതുവാൻ ഇടയായി തീർന്നതെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുണ്ട്, മറവിയുണ്ട്. ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, എല്ലാ തലങ്ങളിലും എല്ലാ ആത്മീയ കൃപകളും അനുഭവിച്ചവരാണെങ്കിലും എത്രയെത്ര ആത്മീക പാരമ്പര്യം നമുക്കുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ട്, മറവിയുണ്ട്. ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. കാരണം ഈ പറയുന്ന എനിക്കെന്തുണ്ട്, മറവിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇടയ്ക്ക് എന്ത് ചെയ്യും, മറന്നുപോകും. വന്ന വഴികളൊക്കെ മറന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ട്. വായ്ത്തത്തതിനുമായി ഇസ്രായേലിന് മറവി ഉണ്ടായിരുന്നു. പിന്നെ ദൈവ സാന്നിധ്യത്തെ നമ്മേക്കാൾ കൂടുതൽ യഥാർത്ഥമായി ആ പ്രസൻസിനെ തിരിച്ചറിഞ്ഞവരാ ഇസ്രായേൽ ജനം. പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് എന്ത് വന്നു, മറവി വന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തുണ്ട്, ഇടയ്ക്ക് മറവികളൊക്കെ വരും. ഈ പറഞ്ഞ സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ മറവികൾ വരുമ്പോ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ മറവി വരുന്നത് എല്ലാ വിഷയത്തിലും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മനുഷ്യരെയോ ഒക്കെ മറന്നാലും വിഷയമില്ല. പക്ഷേ അല്ലെങ്കിൽ നമ്മെ വിളിച്ചു മോദരിച്ച, നമ്മെ ഇതുവരെ കൊണ്ടുവന്ന, നമ്മെ നിലനിർത്തിയ, അല്ലെങ്കിൽ നമ്മെ വഴി നടത്തുന്ന തമ്പുരാൻ നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഈ വചനത്തിനകത്ത് പ്രധാനമായി പറഞ്ഞ ഭാഗമുണ്ട്. തമ്പുരാൻ മോശ മുഖാന്തരം നൽകി തന്ന തിരുവചനത്തെ അല്ലെങ്കിൽ നയപ്രമാണത്തെ, ആ വചന അല്ലെ ആ വരിഷ്ഠാന ഉപദേശങ്ങളെ ഒന്നും നാം എന്ത് ചെയ്യരുത്, മറന്നുപോകരുത്. ഇവിടെ ചുമ്മാ ഒരു കാര്യമല്ല പറഞ്ഞേക്കുന്നത്, നിന്റെ കണ്ണാല് കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ. ഒന്നാമത് പറഞ്ഞേക്കുക. അപ്പൊ കണ്ണാലെ കണ്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് അനുഭവിച്ച വ്യക്തി, കാണുക മാത്രമല്ല, കണ്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച വ്യക്തികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറന്നുപോയി. എന്തുവാ ഇസ്രായേൽ ജനം വിളിച്ചു ബോധിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എന്ത് വന്നത്, പിറുപിറുപ്പ് വന്നത്. ഞാൻ ആ ഭാഗങ്ങളിൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പിറുപിറുപ്പുകൾ വരാനുള്ള കാരണം പലതും എന്ത് ചെയ്തോണ്ടാ, മറന്നുപോയിട്ട. 10 ബാധകളെ അയച്ച് മിസ്രൈമിലെ 10 ദേവന്മാരെയും നിഗ്രഹിച്ച 10 ദേവന്മാരുടെയും ശക്തിയെ തകർത്തിട്ടാണ് മിസ്രൈമിൽ നിന്ന് ജനത്തെ എന്ത് ചെയ്തത്, വായ്ത്തത്ത കനാനിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ വലിയ ദൈവപ്രവൃത്തി അവിടെ കണ്ണാരെ കാണിച്ചു. ദൈവം ആരാന്നുള്ള ഉത്തമ ബോധ്യം ഇവരുടെ ജീവിതത്തിലൊക്കെ ഓൾറെഡി കാണിച്ചതാ. എന്നിട്ടും ഈ മുമ്പോട്ടുള്ള യാത്രയിൽ എവിടെയൊക്കെയോ അവർ ദൈവത്തെ എന്ത് ചെയ്തു, മറന്നുപോയി. പ്രഷറോട് മറന്നു കഴിയുമ്പോ നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മള് ഹോംവർക്ക് ചെയ്തിട്ട് മറന്നുപോയാൽ അതിനുള്ള ശിക്ഷകൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഒത്തിരി അടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ അറിയാം, മേടിച്ചവർക്കൊക്കെ അറിയാം നമ്മൾ എന്ത് ചെയ്യും, ശിക്ഷകളുണ്ട്. മാതാപിതാക്കൾ പറയുന്നതും പല കാര്യങ്ങളും ഓർക്കാതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, വഴക്ക് കേൾക്കും. അങ്ങനെയാണ് സ്വർഗീയ പിതാവിന് ചില വിഷയത്തിനകത്ത് ഇടപെടും. കാരണം നമ്മൾ മറക്കരുത്. തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം മറക്കാൻ പാടില്ല. മറ്റെല്ലാം മറന്നാലും നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം, നമുക്ക് തന്നിരിക്കുന്ന മാർഗം, നമുക്ക് തന്നിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കുവാൻ പാടില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ ഭവനത്തിന്റെ അകത്തുള്ളതായിരിക്കുമ്പോൾ ഒന്ന് നമ്മെ ശോധന ചെയ്യാനുള്ള സമയം. ഇനി പകൽക്കാലം അല്പസമയങ്ങൾ ബോധിരിക്കുകയാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും തമ്പുരാനെ മറന്നുപോയ അത്ഭുത അനുഭവങ്ങൾ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുക. അപ്പോ കഴിഞ്ഞ നാടുകളിൽ ഞാൻ കണ്ണാലെ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തു,
മറന്നുപോയി. ചിലത് തമ്പുരാൻ മറപ്പിക്കും കൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയാം, ചിലത് മറപ്പിക്കും. ജീവിതത്തിലെ ചില കാഠിന്യമേറിയ നമുക്ക് ഓർത്താൽ നമ്മുടെ തല ആ തകർന്നു പോകുന്നതിന് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? ആ മറവ് ഇതൊക്കെ അനുഭവിച്ചിട്ടാ പറയുന്നത്. ചില കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, തമ്പുരാൻ ഓർപ്പിക്കരുത്. ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ പല പല കാര്യങ്ങൾ വരും. ഒരുപക്ഷെ അതുകൊണ്ട് തമ്പുരാൻ ചിലത് എന്ത് ചെയ്യത്തില്ല, നമ്മളെ ഓർപ്പിക്കത്തില്ല. അതുപോലെ അല്ല ഇത്. നിന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, തമ്പുരാൻ എന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങൾ, അത് മറക്കരുത്. രണ്ട്, നീ കണ്ണാര കണ്ട രണ്ടാമത്തെ കാര്യം, ദൈവനാമത്തിന് വിരോധമായി നിൽക്കുമ്പോൾ, ദൈവ വ്യവസ്ഥയ്ക്ക് വിരോധമായി നിൽക്കുമ്പോൾ, ദൈവവചനത്തിന് വിരോധമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തമ്പുരാന് നേരെ പിറുപിറുക്കുമ്പോ, വിളിച്ച ദൈവത്തെ മറക്കുമ്പോ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതും നീ മറക്കരുത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, തമ്പുരാനിന്ന് പ്രാപിച്ച കാര്യം മറക്കരുത്. രണ്ട്, തമ്പുരാനിന്ന് ലഭിക്കാൻ പോകുന്ന വേറൊരു കാര്യമുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, തമ്പുരാനിന്ന് പ്രാപിച്ച നന്മകളും. രണ്ട്, എതിർത്താലും അലറിയ മറന്നു കളഞ്ഞാലും അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും ഉണ്ടാകുന്ന കാര്യങ്ങൾ. എന്തോ ഇത് പറയാൻ കാരണം, ഈ തലമുറകൾ മുഴുവൻ കണ്ടു. പലരും എന്ത് ചെയ്തു? ഇവർ കണ്ടതാ. ദൈവത്തെ മറന്നു കളഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇവർ കണ്ടതാ. ഇത് കണ്ടതാ. പലതും എന്ത് ചെയ്തു? ഇവർ കണ്ടവരാ. പക്ഷെ എന്ത് ചെയ്തു? ജീവിതത്തിനകത്ത് ഇതെല്ലാം കണ്ടിട്ടും ബാധ വന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രവൃത്തവരൊക്കെ ഒന്നൊന്നായിട്ട് നശിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ ജീവിതത്തെ ദൈവത്തോട് ദൈവവ്യവസ്ഥയോട് മറന്നരിച്ചവരൊക്കെ ഒന്നൊന്നായി വിട്ടുപോകുന്നതൊക്കെ ഇവരെന്ത് ചെയ്താ? കണ്ടവരാ. പക്ഷെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്തു? പലയിടങ്ങളിൽ മറവികൾ വന്നു. ഇന്ന് പകൽക്കാലം ഇന്ന് ഈ വചനവുമായി ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അത് എവിടെയെങ്കിലും തമ്പുരാന്റെ വ്യവസ്ഥകളെ നമ്മൾ മറന്നിട്ടുണ്ടോ? നടത്തിയ വിധങ്ങളെ ആദ്യമായി ചിന്തിക്കാം. നടത്തിയ വിധങ്ങളെ എവിടെയെങ്കിലും മറന്നിട്ടുണ്ടോ? ഞാൻ പ്രാരംഭം പാടിയതുപോലെ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിച്ചോ നിന്നെ നൃത്തമാക്കി മാറ്റിയ നിന്റെ വിലാപങ്ങളെ അതിനെ നീ മറന്നുപോയിട്ടുണ്ടോ? ഇനി പകൽക്കാലം ഒരു നിമിഷം ചിന്തിക്കാം. ജീവിതത്തിന്റെ വീടുകൾ എവിടെയെങ്കിലും ഒക്കെ അല്ലെങ്കിൽ തമ്പുരാനിന്ന് പ്രാപിച്ച നന്മകളെ മറന്നിട്ടുണ്ടെങ്കിൽ ഓർക്കോ, അതെന്റെയും നിങ്ങളുടെ ജീവിതത്തിന് നല്ലതിനല്ല. ഈ പകൽക്കാലം ദൈവനെ ശ്രമിക്കുമ്പോ ജീവിതത്തിനകത്ത് നടത്തി ഏതെങ്കിലും വിധത്ത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് നമ്മോട് ഒരുമിച്ച് ആലോചന പറയുകയാണ്. നിന്ദിക്കപ്പെട്ട നാളുകളും തകർക്കപ്പെട്ട നാളുകളും ജീവിതത്തിനകത്ത് ഒരാശ്രയമില്ലാതിരുന്നപ്പോഴും നിന്റെ അരികെ അടുത്തു വന്ന നിന്നെ ശൂടിനെ പടുത്തുയർത്തിയ, നിന്റെ സ്ഥിതികളെ ഭേദപ്പെടുത്തിയ, നിന്റെ കൂട്ടുകാരി പരമായി നീ ആളുകളെ അഭിഷേകം ചെയ്ത നിന്നെ നടത്തിയ വിധങ്ങളെ നീ മറന്നു പോകരുത്. സമർപ്പിക്കപ്പോ കഴിഞ്ഞ നാളിൽ വിളിക്കോ, എന്നെ ഒന്നുമില്ലായ്മ നടത്തിയത്, എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്, എന്നെ വിടിവിച്ചത് ഒക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ എന്നെ ഒന്ന് ഓർപ്പിക്കണം. ഹല്ലേലൂയ. എന്തിനാ ഓർമ്മകൾ നല്ലതിന്? എന്താണെന്നറിയാവോ? ചില സമയങ്ങളിൽ ഈ ഓർമ്മകൾ നമ്മൾ വീണ്ടും ദൈവത്തോട് എന്ത് ചെയ്യും? അതിപ്പോ എന്തിനാ മറക്കരുന്ന് പറഞ്ഞാൽ അറിയാവോ? ഈ മറക്കരുന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന് 10 ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം. അപ്പോ എന്തിനാ ഇസ്രായേൽ ജനത്തോട് ഇത് പറഞ്ഞതെന്നറിയാവോ? എന്തിനാ പറഞ്ഞത്? ഒന്ന്, ഭയപ്പെടാൻ എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടാൻ തലമുറകൾ, ദൈവത്തെ ഭയപ്പെടാൻ ജനം ഭയപ്പെടണം. എന്ത് വേണം? ഭയം വേണം. ദൈവത്തെ എന്ത് വേണം? ഭയം വേണം. രണ്ട്, ഹല്ലേലൂയ, തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട്. അത് ആര് പഠിക്കണം? നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ തലമുറകൾ എന്ത് ചെയ്യണം? പഠിക്കണം. പ്രാരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ മറക്കരുത്. കണ്ണാര കണ്ട കാര്യം നീ മറക്കരുത്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം പറയും, നിന്റെ ആയുഷ്കാലത്തൊക്കെയും കണ്ടോ, നിന്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന അവസാന സെക്കൻഡ് വരെ നിന്റെ ഹൃദയത്തിനകത്ത് ഓർമ്മ ഉണ്ടായിരിക്കണമെന്ന്. അപ്പൊ ഇന്ന് പകൽക്കാലം ചിന്തിച്ചു വയ്ക്കേ, നമ്മുടെ പഴയ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു ഒരു നിമിഷം ചിന്തിച്ചു നോക്കി. എവിടെയെങ്കിലും നമ്മുടെ കർത്താവിനെ ഉയർത്താൻ മറന്നുപോയിട്ടുണ്ടോ? നടത്തിയ വിധങ്ങളെ ആരോടെങ്കിലും പറയാൻ മറന്നുപോയിട്ടുണ്ടോ? തലമുറയോട് പറയാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടോ? എന്നിട്ട് പകൽക്കാലം ഒരു നിമിഷം ചിന്തിക്കാം. തലമുറയോട് കൈമാറാതെ കിടക്കുന്ന ഏതെങ്കിലും അമൂല്യമായ അനുഭവങ്ങൾ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെക്കരുത്. കൈമാറിക്കോണം. അതിന് ലജ്ജിക്കരുത്. എന്ത് ചെയ്യണം? പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ
ഒന്നുമില്ലാത്ത അനുഭവങ്ങളായിരുന്നെങ്കിൽ തകർന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കൈമാറിക്കോണം. അതൊക്കെ കൈമാറാൻ നല്ലതാണ്. കാരണം നാളുകളിൽ ഇതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തലമുറകൾ ജീവിക്കുമ്പോ അവർ മാതാപിതാക്കൾ കടന്നുപോയ അനുഭവങ്ങൾ അവർ കേൾക്കുമ്പോൾ അത് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, ആ തലമുറ ഏത് പ്രതിസന്ധിയുടെ സാഹചര്യങ്ങൾ അവർക്ക് നിൽക്കാൻ കഴിയും. മാത്രമല്ല, അവർ ഉടയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല, അവരുടെ ഭാവി തകരപ്പെടാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. കാരണം മാതാപിതാക്കളാൽ കൈമാറി കിട്ടിയ ചില അമൂല്യമായ ദൈവിക സമ്പത്തുകൾ. അപ്പോ കൈമാറി കിട്ടിയത് പലതുണ്ട് അല്ലേ? നമ്മളൊക്കെ കൈമാറി കിട്ടിയെന്ന് പറയുന്നത് എന്തുവാ? പാരമ്പര്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഉയർത്തുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ മഹിമയാണ് പലപ്പോഴും നമ്മൾ ഉയർത്തുന്നത്. അതല്ല ഉയർത്തേണ്ടത്. പാരമ്പര്യത്തെ നമ്മൾ ഉയർത്തുമ്പോൾ ഓർത്തോണം, പിതാക്കന്മാർ എന്ന ഇരുമ്പുറയിൽ വർഷങ്ങൾ നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ പഴയ കാലഘട്ടങ്ങളെ ഓർക്കുമ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്തത്? ഇത്രത്തോളം ഉയർത്തിക്കൊണ്ട് പറയാനും പ്രശംസിക്കാനും പുകഴാനും നമുക്കൊന്നുമില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എനിക്ക് എവിടാ പ്രശംസിക്കാൻ വകയുള്ളത്? വേറെങ്ങും എനിക്ക് പ്രശംസിപ്പാൻ വകയില്ല. പക്ഷെ എടുത്തു പറയാൻ ഏറെ ക്വാളിറ്റിയുള്ള വ്യക്തി അപ്പോസ്തലൻ പൗലോസ്. പക്ഷെ അതിന്റെ ജീവിതത്തിൽ ഒരിക്കപ്പോൾ തന്റെ പാരമ്പര്യത്തെയോ അതിനെ മകത്തീരിച്ച് തന്നെ ഒരിടത്ത് മാത്രമേ അത് പ്രസ്താവിച്ചത്. റോമ പൗരനാന്നുള്ളത് ഒരിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരിടത്തും താനത് എന്ത് ചെയ്തിട്ടില്ല. തന്റെ പാരമ്പര്യമോ തന്റെ പഠിപ്പിന്റെ മഹാത്മ്യതയോ തനിക്ക് ലഭിച്ച കഴിവുള്ള സർട്ടിഫിക്കറ്റുകളോ ഒന്നും താൻ നിരത്തി വെച്ചിട്ടില്ല. മറിച്ച് താൻ എല്ലാ സാഹചര്യം വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ആകുന്ന ദൈവകൃപയാലാണ്, ഞാൻ നിൽക്കുന്ന ദൈവകൃപയാലാണ്, എനിക്ക് പ്രശംസിക്കാൻ കൂശില വകയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ എണ്ണിയേക്കുക, വേണ്ടെന്ന് അതിനെ ചപ്പായി ചവറായി ഞാൻ എണ്ണിയേക്കുക എന്നൊക്കെ എന്ത് ചെയ്യുക പറയുക. എന്തുകൊണ്ടാണ് പറയുന്നേ? യഥാർത്ഥമായ മാധുര്യം തിരിച്ചറിയുന്നവർക്ക് ഈ ഭൂമിയിലെ ഒന്നും. അതുകൊണ്ടാ ഭക്തന്മാർ അന്ന് എഴുതിയ ലോകമേതും യോഗ്യമല്ലല്ലോ ദൈവവിശ്വസ്തയോടെ നിൽക്കുന്ന തമ്പുരാൻ നിത്യതയെ നോക്കി പാർക്കുന്ന ദൈവജനത്തിനോ ഇഹലോകത്തിലെ ഒന്നും അവനെ ആഡംബരങ്ങളോ ഈ ലോകത്തിലെ ഒന്നും അവനെ ഭ്രമിപ്പിക്കത്തില്ല. അവനെ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കഷ്ടതയുടെ പ്രതികൂലത്തിന്റെ വേദനകളെ നടുവില അവൻ ദൈവത്തിൽ ഇരിക്കുമ്പോ തമ്പുരാനെ ലഭിക്കുന്ന ആത്മീക സന്തോഷങ്ങൾ മാത്രമേ ഒരു പട്ടരെ സന്തോഷിപ്പിക്കൂ. മറ്റൊന്നിനും അവനെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. മറ്റൊന്നിനും അവനെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് പകർക്കാതെ ഞാൻ നിങ്ങൾ പൂഴുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മാറ്റിവെച്ചോ. ഇതൊന്നും എന്നെ നിങ്ങളെ നിത്യത കൊണ്ടുപോകത്തില്ല. ഇതൊന്നും എന്നെ നിങ്ങളെ അപ്പനുമായിട്ട് ബന്ധത്തിൽ നിലനിർത്തത്തില്ല. ഇതെല്ലാം വഴിവെക്ക് വെച്ച് പട്ടുപോകാനുള്ള വിഷയങ്ങളായി മാറിയേക്കാം. അതുകൊണ്ടാ അപ്പോ പരീക്ഷലോട് ലേഖനങ്ങളിലൂടെ കടന്നു വരുമ്പോ പറയുന്നത്, എന്ത് ചെയ്യുക? മുറുകെ പറ്റുന്ന സകല സാക്ഷികളെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. മുറുകെ പറ്റുന്ന ഭാവവും അതെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യണം? നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ പറഞ്ഞതിന്റെ കാരണം നമ്മുടെ ഓട്ടത്തെ തെറ്റിക്കുന്ന, നമ്മുടെ നിത്യത നഷ്ടമാക്കുന്ന ചിലത് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ട്. അതിനെ മനസ്സിലാക്കി പ്രോപ്പറായ ഓട്ടം തികച്ചാലേ രാജ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. എന്തെല്ലാം ഉണ്ടായാലും അതുകൊണ്ട് പാട്ടിയാര് പണ്ട് കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കുള്ളിലും മറ്റ് കടന്നു വരുന്നൊക്കെ ഭക്തന്മാർ എഴുതിയതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭൂമി കാണുന്ന ഒന്നും സ്ഥിരമല്ലെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഓർമ്മ വേണം. നമുക്ക് പുകഴാൻ ഒന്നുമില്ല, പ്രശംസിക്കാൻ ഒന്നുമില്ല. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഈ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വൈശലോ ഇവിടെ പറയുകയാണ്, നീ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം എന്ത് ചെയ്യരുത്? നീ മറക്കരുത്. നീ മറക്കുക മാത്രമല്ല, തലമുറയോട് നീ പറയണം. പിന്നെ എത്ര പേര് പറയുന്നതാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ മാതാപിതാക്കള് അവർ വന്ന എല്ലാ സാഹചര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറയായിരുന്ന അനുഭവങ്ങൾ, മാതാവൻ കൂച്ച വ്യതകൾ, കടന്നുപോയ കണ്ണീരിന്റെ അനുഭവങ്ങൾ, ശ്വാസി നിൽക്കാൻ പെട്ട പാടുകൾ, ആ കാലഘട്ടങ്ങൾ അനുഭവിച്ച നിന്നുകൾ, ഇട്ടേച്ച് പലതും ഇറങ്ങി ഇപ്പൊ കിട്ടിയ പ്രതിഫലങ്ങൾ, ലോകത്തിന്റെ നിന്നകൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാലം നിങ്ങൾ ശുശ്രൂഷ നിൽക്കുമ്പോ ഈ വചനമെടുത്ത് വിൽക്കുമ്പോ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, അവർ കൈമാറിയ പലതിന്റെയും ആ ഒരു അടിത്തറ ഉള്ളതുകൊണ്ടാ ഇന്നും ഈ വിശ്വാസം പ്രദേശം വരാഞ്ഞിട്ടും ഭാരം വരാഞ്ഞിട്ടും ഒന്നും അല്ല കേട്ടോ. നിൽക്കുന്ന എന്നറിയാവോ, ഈ ബേസ്മെന്റ് അടിത്തറ ഇച്ചിരി ഉറപ്പുള്ളതായിരുന്നു. തലമുറകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ ഒട്ടും നമ്മെ സന്തോഷിപ്പിക്കുന്നതോ ഇവിടെ നിൽക്കണോ ഇനി ജീവിക്കണോ തോന്നുന്ന അത്ര തരത്തിലുള്ള വേഗം
പാട്ടുകാരൻ പാടിയ പോലെ മുമ്പേ പോയിരുന്നവർ ഭാഗ്യമുള്ളവർ പറഞ്ഞ പോലെ ഓടി പറന്നു പോകാന് പ്രേക്ഷകരോട് പറഞ്ഞേക്കുന്ന പ്രാവിനെ പോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നു, ഞാൻ പറന്നു പോയി വിശ്രമിക്കുമായിരുന്നു പറഞ്ഞ പോലെ ഈ ലോകം വിട്ടിട്ട് പോകാനുള്ള അനുഭവങ്ങൾ നമ്മളിപ്പോ കാണുന്നത്. പക്ഷേ നടുവില് പ്രിയമുള്ളവരെ പിടിച്ചു നിൽക്കാൻ തലമുറകൾ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇപ്രകാരമൊക്കെ മീറ്റിംഗിൽ നടന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് എന്റെ കർത്താവിനെ സ്തുതിക്കുക. ദൈവദാസൻ കൊടുക്കുന്ന ആ പ്രാതിഥ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രേക്ഷകരോട് തലമുറകൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ തകർന്നുകൊണ്ടിരിക്കുമ്പോ അത് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്പാദിക്കാൻ ബാങ്കിലും സ്വിസ് ബാങ്കിലും മറ്റ് ഈ ലോകത്തുള്ള ഒരു ബാങ്കിലും സപ്പോർട്ട് വേണ്ട. നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി സമ്പാദിക്കാൻ കീഴിപ്പോകാത്ത മനുഷ്യരുകൾ പഴകിപ്പോകാത്ത സ്വർഗത്തിൽ സ്വരൂപിച്ച നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞ പരിശ്രമങ്ങളുടെ നടുവിൽ കൈവിടാത്ത പ്രതികൂലങ്ങളുടെ നടുവിൽ കൈവിടാത്ത നിന്റെ പരീക്ഷാ കാലഘട്ടങ്ങളിൽ നിന്റെ കൂടെയുള്ള ദൈവം ഉണ്ടെന്ന് ഇവരെ പരിചയപ്പെടുത്തിയാൽ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തി പകരുവാൻ കഴിവുള്ളവൻ നിന്റെ കൂടെ ഉള്ളവരെ പരിചയപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും ലോകത്തിൽ തന്നിട്ടില്ല, പക്ഷെ അവർ തന്നതൊക്കെ ഇന്ന് ഞങ്ങൾക്ക് ഏറെ വിലമതിക്കുന്ന അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളും വലിയ ചെയ്യുക. കണ്ണുനീരിന്റെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അവിടെ എല്ലാം പിടിച്ചു നിൽക്കാൻ ദൈവം എന്നെ അല്ലെ ഞങ്ങൾ കുടുംബമായി കാലഘട്ടത്തിൽ നിർത്തിയതിന്റെ കാരണം ഒരു കഴിവും പറയാനില്ല, മറിച്ച് ഈ തമ്പുരാൻ എന്ന് പ്രാപിക്കുന്ന കൃപകളാ എന്റെ പകൽക്കാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എവിടെങ്കിലും അല്ലെ മറവിക സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്ക്. നടത്തിയവതകൾ എണ്ണി നിനക്ക് പറയാൻ രാത്രിയിലൊന്ന് കരഞ്ഞു പോയിക്കേ, ഒന്ന് നിനക്ക് കണ്ണടച്ചാൽ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ ജീവിതം അനുഭവിച്ചത് എണ്ണി പറയാൻ ഒരു ലിസ്റ്റ് നിനക്ക് എഴുതി ഉണ്ടാക്കാം. എഴുതിയാലും തീരാത്തതുപോലെ ഒരു ബുക്കല്ല, നീ എഴുതിയാൽ തീരാത്തവരുള്ള നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്തില്ലേ, അതെല്ലാം ഇന്ന് പകൽക്കാലം ഓർത്തിട്ട് എന്ത് ചെയ്യണം നമ്മോട് പറയണം. അപ്പം പ്രാപിച്ച നന്മകൾ മാത്രമല്ല പറയേണ്ടത്, ജീവിതത്തിൽ നിന്ന് ബലഹീനത എന്ത് ചെയ്യണം. അതെന്തിനാണെന്നറിയോ, ഇത് ഇവർക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോ എന്തിനാ ഈ വചനത്തിൽ എന്തുകൊണ്ടാ പല കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചേക്കണേ? എന്തുകൊണ്ടാ ദാവീദ് ഈ ഇതിനകത്ത് പെട്ടുപോയെന്നും യോസേഫ് ഇങ്ങനെ ഒരു പ്രതികൂല അനുഭവത്തിൽ കടന്നു പോയെന്നും ഇതെന്തുകൊണ്ട് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ? ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോ പരിശുദ്ധം എന്തിനാ നമുക്ക് തന്നിരിക്കുന്ന അറിയാവോ? ഇത് കേൾക്കുമ്പോ, ഇത് വായിക്കുമ്പോ, ഇത് ഗ്രഹിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് പോയാൽ ഇത് ശരിയാകത്തില്ല, ഈ റൂട്ട് നമുക്ക് ശരിയല്ല, ഇത് നമ്മളെ നിത്യം എത്തിക്കത്തില്ല, ഇതല്ല പിതാക്കന്മാർ ഫോളോ ചെയ്ത്, ഇതല്ല ആലലിയ പ്രേക്ഷകരോട് നമ്മുടെ ആലലിയ ആദ്യ കാലഘട്ടങ്ങളിലെ പിതാക്കന്മാർ മുമ്പോട്ട് കൊണ്ടുപോയി ഇതൊന്നും അല്ലെന്ന് എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പകൽക്കാലം പറയുകയാണ്, കണ്ണാറെ കണ്ടിട്ടുള്ള കാര്യം നീ എന്ത് ചെയ്യരുത്, എങ്ങനെ മറക്കരുത്, എപ്പം പറയാ നിന്റെ ആയുഷ്കാലം നിന്റെ പ്രാണൻ പോകുന്ന നാൾ വരെ നീ മറക്കരുത്. 2 എന്നിട്ട് പറയുകയാണ് നിന്റെ മനസ്സിന് കേട്ടോ ആയുഷ്കാലം ഒരിക്കലും നിന്റെ മനസ്സ് വിട്ടുപോകാതിരിക്കാൻ മാത്രം സൂക്ഷിച്ച്. ഓയ്യോ നോക്കിയേ, അതപ്പ വിട്ടുപോകും അല്ലേ? അതുകൊണ്ട് അവർ ജാഗ്രതയോടെ കണ്ടോ നിന്നെ സൂക്ഷിച്ചതുകൊണ്ട് അതുകൊണ്ട് വിട്ടുപോകാതിരിപ്പോ നിന്റെ മനസ്സിന് വിട്ടുപോകാതിരിക്കാൻ മാത്രം സൂക്ഷിക്കുക. അപ്പൊ എന്തിനാ സൂക്ഷിക്കേണ്ടത്? ഇത് വിട്ടുപോകാതിരിക്കാൻ ഈ ന്യായപ്രമാണങ്ങൾ, ദൈവവചനം, ഈ അനുഭവങ്ങൾ ഇത് വിട്ടുപോകാതിരിക്കാൻ നീ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? നിന്നെ തന്നെ ജാഗ്രതയോടെ. അപ്പൊ അത്ര പ്രതികൂലോ അതിന്റെ അവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ. നിന്റെ പ്രതിയോഗിയ വിശ്വാസം ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ചെന്ത് ചെയ്യുക? അങ്ങനെ നടക്കുക. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഇവൻ കേറി തകർക്കാൻ നിൽക്കുക. ഇതിന്റെ നടുവിൽ എങ്ങനെ നിൽക്കുന്നേ? ഉപയാ. അതുകൊണ്ടാ പാട്ടുകാരൊക്കെ നമ്മൾ നിന്നല്ല എന്ത് ചെയ്യാ നിർത്തി. എന്തുകൊണ്ടാ ഭട്ടന്മാരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? എന്താണെന്നറിയോ? അവരുടെ ജീവിതാനുഭവങ്ങളാ. അപ്പോ ഇന്ന് പകൽക്കാലം അവരുടെ മുമ്പിലേക്ക് വരുമ്പോ എന്നെ നിങ്ങൾ ഒരു നിമിഷം സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് ഒറ്റ ദിവസത്തേനും ഒരാഴ്ചത്തേനും ഒന്നും അല്ല കേട്ടോ. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നീ മറക്കരുത്. മാത്രമല്ല ഇത് സൂക്ഷിച്ചോണം, ഇത് വിട്ടുപോകും. ചിലപ്പോ ഇത് നീ തന്നെ മറന്നുപോയില്ല, മറപ്പിക്കും. നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോണം. സൂക്ഷിച്ച് എന്ത് ചെയ്തോണം? ജാഗ്രതയോടെ. എവിടാ? ഹൃദയത്തിൽ ഇത് ഇരിക്കാൻ ജാഗ്രതയോടെ സൂക്ഷിച്ചോണം. ശത്രു ഇത് എടുത്തു കളയാൻ പറ്റൂല്ലേ? പറ്റും. എന്ന പകൽക്കാലം ദൈവസ്ഥാനം എങ്ങനെ എടുത്തു കളയാൻ അറിയാവോ? നിരന്തരമായി ദൈവബന്ധമില്ലാത്ത ദൈവമാഭേദ ബന്ധം പുലർത്ത ജീവിതത്തിന്റെ നടുവിൽ എന്ത് ചെയ്യും? എടുത്തോളൂ. തമ്പുരാൻ വേലി പൊളിക്കുന്നുണ്ട്, നമ്മൾ വേലി പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം ഉണ്ട്. ഇതിലേതെങ്കിലും സംഭവിക്കാം. അപ്പോ
ഈശ്വരോട് നമ്മളായിട്ട് പൊളിച്ചിടാൻ അനുവദിക്കരുത് കേട്ടോ. ഈ ബന്ധം, ഈ തമ്പുരാനുമായുള്ള ബന്ധം, നിരന്തരമായ ബന്ധം, ഞാൻ മാത്രമല്ല, നാം മാത്രമല്ല, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുടുംബം ആ ഒരു ആത്മീക ബന്ധത്തിൽ പോയാൽ മാത്രമേ ഇത് അകത്തിരിക്കത്തുള്ളൂ. എന്ത് ചെയ്യും? ശ്രദ്ധിച്ചല്ലേ നിങ്ങളെ? പഴയ കാലഘട്ടത്തിലൊക്കെ നന്നായി കഷ്ടതയിൽ പോയ പലരും ജീവിതത്തിന്റെ ശരികൾ മാറി ഇപ്പൊ അപ്പനെ മറന്നവരെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും എല്ലാം പറഞ്ഞ് പലരും ഞാൻ കണ്ടിട്ടുണ്ട്. കൈപ്പിണേറിയ നിമിഷങ്ങൾ, ഒരു ഡ്രസ്സ് നന്നായി ഇടാൻ കഴിവില്ലാത്ത, ഒരു ചെരുപ്പ് വാങ്ങി നന്നായി ഇടാൻ ഓരപ്പുരകളിൽ താമസിച്ച, പ്രീശലോട് മെഴുകുമേഞ്ഞ തറയ്ക്കകത്ത് കടന്നുറങ്ങിയ അനേകർ ജീവിതത്തിന്റെ സ്ഥിതികൾ മാറി ഇപ്പൊ അപ്പനെ മറന്നവരെ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. അവർക്ക് സാധാരണക്കാരൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ മനസ്സിലാത്തറിയാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആരും വിധിക്കാൻ പറയല്ല, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകരുത്. അതിന് വേണ്ടി പറഞ്ഞു ജീവിതത്തിന്റെ നടുവിൽ ഏതെല്ലാം മേഖല നിങ്ങളെ ഉയർത്തിയാൽ ദൈവം. അതുകൊണ്ട് പാസ്റ്റർ കന്യൂസൊക്കെ സംസാരിച്ച വചനങ്ങളിലൂടെ ദൈവം കൊണ്ടുവരുന്ന വിശ്വാസം, എന്റെ നീതിമാൻ ധൈര്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല ജീവിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താ ജീവിക്കുന്ന ദൈവദാസനിലൂടെ നമ്മൾ അറിയിച്ചു. അപ്പോ ഈ ദൂതുകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് അലടിയ ഇതൊന്നും മറക്കരുത്. എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ പണ്ട് എന്തെങ്കിലും തന്ന് സഹായിച്ചതൊക്കെ മറന്നാലും കുഴപ്പമില്ല കേട്ടോ, അത് എങ്ങനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നിന്നെ ദിനംതോറും നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട, നിന്നെ ഈ കുടന്റെ ചേറ്റിന് പിടിച്ചോണ്ട് വന്ന ഒരു മാനിനെ പറയാല്ല, നിന്റെ ദൈവമകനാക്കി മകളാക്കി കുടുംബമാക്കി തീർത്തതോർക്കുമ്പോ നീ വഴിയൊന്നും മറന്നുപോയതാ. ഒറ്റ വഴിയും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോരുത്. അങ്ങനെ മറവി സംഭവിച്ച എന്നാ പ്രശ്നം അറിയാവോ? തലമുറകളും പിന്നെ ഈ അപ്പനുമായുള്ള ബന്ധത്തിൽ എന്തിനാക്കില്ല. ഞാൻ കാരണം പറയുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോഴും തലമുറകൾക്ക് ആത്മീയ വിഷയത്തിൽ മുൻതൂക്കം കൊടുത്ത മാതാപിതാക്കൾ ഇന്നും ആ മക്കളെ കെയറിങ്ങും അവരുടെ സന്തോഷം അനുഭവിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൂട്ടി കൊടുത്ത പലരും ഇന്ന് ഓൾഡ് ഏജ് ഹോമിലും, ഞാൻ അത് ഇതിനേത് പറയാം, വിഷമമുണ്ട് അങ്ങോട്ട് പറയുക, ഓൾഡ് ഏജ് ഹോമിലും ആരും നോക്കാനില്ലാതെയും ഒക്കെ ഇരിക്കുക. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് തലമുറ കൊടുക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴും പ്രാർത്ഥിക്കാനുണ്ട്, തലമുറക്കും കൊടുക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ ലോകത്തിലെ ഒന്നും അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തില്ലെങ്കിലും ഈ നല്ല ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തോണം. എന്തുകൊണ്ടാ A+O അതൊന്നും മേടിച്ചത്, നല്ലതാണ് മേടിക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ തലമുറകൾ കഥാവിന് വേണ്ടി നിലകൊള്ളുന്നത്, ഈ തലമുറകളോട് നിന്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നത്, സന്ധ്യാരാധനയ്ക്കിരിക്കുമ്പോ പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ വീണുപോയിടങ്ങളും നീ എവിടെ പിടിച്ചു വന്നതെന്നും നിന്റെ ജീവിതം എങ്ങനെ റെഡിയായിരുന്നു, ഏത് കുഴിയിൽ നിന്ന് കയ്യറ്റി എന്നൊക്കെ പിള്ളേരോട് പറയുന്നത് നല്ലതാ. പറയുമ്പോ അവർ ജീവിതത്തെ മാറ്റുവാനെ പരിവർത്തനം ചെയ്യാൻ കഴിയും. നീ ആരുടെയായി ഈ ലോകത്തിൽ അവർ എന്തെല്ലാം മേടിച്ചു കൊടുത്താലും അവർ മാറുന്നതിനേക്കാൾ അവർ ജീവിതത്തിനകത്ത് ആരുടെ ഒരു നല്ല ഗൈഡോ ഒരു പുസ്തകം, ഈ ലോകത്തിലുള്ള എന്തെങ്കിലും നല്ലൊരു പുസ്തകമോ ഒരു കൗൺസിലറെ കൊണ്ട് കാണിക്കുന്നതിനേക്കാൾ നല്ലത് ഈ നല്ല ദൈവത്തെ പരിചയപ്പെടുത്തുന്ന അത് അവരുടെ ജീവിതത്തിൽ പിന്നീട് എത്തിയൂ. കഷ്ടം വരുമ്പോ പ്രതികൂലം വരുമ്പോ ഓർത്തോളും, പപ്പ അങ്ങനെ പോയതാ, പപ്പ അവസരത്തിൽ വീണുപോയതാ, ഞാൻ എന്ത് ചെയ്യരുത്, പോകരുത്. എന്റെ അമ്മ ഈ അവസരം കടന്നുപോയപ്പോ ഈ വാക്ക് ഉച്ചരിച്ചായിരുന്നു, അത് പിന്നീട് പ്രതികൂലമായി, ഞാൻ എന്ത് ചെയ്ത് അത് ചെയ്യരുത് എന്ന് ഇവരെ പ്രാപ്തരാക്കുന്ന എവിടാന്നറിയാവോ? ഭവനങ്ങളിലെ പ്രാർത്ഥനകൾ, അവർ ആലയത്തിലെ പ്രാർത്ഥനകൾ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആലയത്തോട് ചേർത്ത് നിർത്തുന്നതിനെ ഓർത്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിക്കാൻ ദൈവം ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. തലമുറകളെ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും നിങ്ങൾ നിന്ദിക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ഈവൻ അവൻ വഴിയൊന്ന് തെറ്റിയാൽ തമ്പുരാൻ സമയമാകാൻ പിടിച്ചെന്ത് ചെയ്യും, ഈ മാർഗത്തിലോട്ട് കൊണ്ടുവരും. നീ പ്രതീക്ഷിച്ചതിനേക്കാൾ, നീ സ്വപ്നം കണ്ടതിനേക്കാൾ ഉയരമില്ല, നീ കണ്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ആത്മതലത്തിൽ ഞാനത് പറയാൻ കാരണം ഒറ്റ വാക്കൂടെ പറഞ്ഞ് നിർത്തുക. എൻ്റെ മാതാത്മാവിൽ ആരാധിച്ചൊരു കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. ഞാൻ ചെറുപ്പം ഈ കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ ഫ്രണ്ടിൽ ആരാധനാലയത്തിൽ വന്ന് കിടന്നിരിക്കുക. എൻ്റെ ആത്മാവിൽ നിറഞ്ഞ്, അന്നൊന്നും കസേരകളിൽ നമുക്കിപ്പോഴല്ലേ ശരീരപ്രയാസങ്ങൾ. അന്ന് നിലത്ത് ഞായറാഴ്ച കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ നിലത്ത് മുട്ടുകുത്തി നന്നായി ആരാധിക്കുന്നേ കണ്ടു. എനിക്കങ്ങ് ഏതാണ്ട് പോലെ ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ഈ പരിസരം മറന്നൊക്കെ എന്ത് ഇത് ഇങ്ങനെ, എനിക്കങ്ങ് ഏതാണ്ട് പോലെ അമ്മ എന്തോ. അപ്പോൾ ഇതിനാഴും അറിയത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞു ഒരാഴും. എന്നെ അമ്മ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, പോശാക്കാനെന്നൊന്നുമല്ല അമ്മ പറഞ്ഞേ. അമ്മ പറഞ്ഞ കാര്യമുണ്ട്, മോനെ നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കുന്ന നാളെ അങ്ങനെയൊക്കെ മനസ്സിലാകും ഈ ഭൂമിയിൽ എന്ത് സന്തോഷത്തെക്കാളും ശ്രേഷ്ഠമേറിയ സന്തോഷം, ആത്മീയ സന്തോഷമെന്ന് നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ജീവിതത്തിൽ ഹാലലിയ അപേക്ഷ 2014 കാലഘട്ടങ്ങളിൽ ഞാൻ ഹൈദരാബാദ് പ്രദേശത്ത് ഇതുപോലെ ചെറിയ റൂമിനകത്ത് 18 പേരടങ്ങുന്ന റൂമിനകത്തിരുന്നപ്പോൾ
ഞാൻ ആത്മാവിൽ നിറയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എന്തുകൊണ്ട് എത്ര പ്രാധാന്യം ഈശ്വരന് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പകൽക്കാലം പറയുക, തലമുറകൾ അവരുടെ ഡൗട്ടുമായി വരുമ്പോൾ അവരെ ആത്മീയ വിഷയങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് നിങ്ങളെ ദൈവം നടത്തിയ വിധങ്ങളെ പറഞ്ഞു. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നടത്തിയ വിധങ്ങൾ പറയണം, ദൈവത്തിന് പ്രാപിച്ച അനുഗ്രഹങ്ങൾ പറയണം, നമ്മുടെ തെറ്റുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതൊന്നും മടി കാണിക്കരുത്. എത്ര മാതാക്കൾ പറയുന്നത് എനിക്കറിയത്തില്ല, അത് പറയണം. എന്തിനാണെന്നറിയാവോ? ഇത് പറയാൻ നല്ലതാണ്. ജീവിതത്തിൽ അവർ പല മേഖലകളും അനുഗ്രഹിക്കും. ഇവിടെ പറയുകയാണ്, നിങ്ങൾ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കരുത്. താഴേക്ക് വന്ന് ആയുഷ്കാലം ഒരിക്കലും നിന്റെ മനസ്സിൽ വിട്ടുപോകാതിരിക്കാൻ നീ മാത്രം സൂക്ഷിച്ച് നിന്നെ ജാഗ്രതയോടെ എന്ത് ചെയ്യുക, കാത്തുകൊടുക്കുക. നിന്റെ മക്കളോടും ജനറേഷനോട് എന്ത് ചെയ്യണം, നീ ജനറേഷന് ഉപദേശിക്കണം. ഇവർക്ക് ഈ കെട്ടിവെച്ചേക്കുന്ന ഭൂമിയിലെ സ്വത്തുക്കളല്ല നിങ്ങൾ കൈമാറേണ്ടത്. നാം കൈമാറേണ്ടത് എന്താ? അവർക്ക് കൈമാറേണ്ടത് ഇത് കാര്യമാണ്, ഈ വചനമാ, ഈ സത്യദൈവത്തെ എന്ത് ചെയ്യണം, ഇതങ്ങോട്ട് കൈമാറി കൊടുക്കണം. അതാ നമ്പരാൻ പഠിച്ചേക്കുന്നത്, ഒരിക്കലും പറഞ്ഞിട്ടില്ല മറ്റൊന്നും. റേഷ്യലോ അപ്പൊ എന്ത് ചെയ്യണം അത്? എന്നിട്ട് പറയാം വിശേഷ 10-ാം വാക്യം നിർത്തുകയാണ്. ഞാൻ ആ ഭാഗം നിർത്തുക, ഇത്രേ ഉള്ളൂ. ഹോരേബി വെച്ച് വിശേഷാൽ ഹോരേ വെച്ച് മോശമാകുന്ന കൊടുത്ത കൽപ്പനകൾ, തിരുവചനം. ഇതിനെ എന്ത് ചെയ്യരുത്, മറക്കരുത്. പറയുക എങ്ങനാ? ഞാൻ എന്റെ വചനങ്ങളെ അവരെ കേൾക്കുക, തലമുറയോട് പറയുക, എന്റെ അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും. അപ്പോ ഇത് കൊടുത്താലുള്ള ഗുണം എന്നാന്നറിയോ? നിന്നെ ഭയപ്പെടും, ദൈവത്തെ ഭയപ്പെടും. അപ്പൊ നമ്മൾ തലമുറകൾക്ക് ഇത് കൊടുത്താൽ തലമുറകൾ നമ്മളെ ഭയപ്പെടും, ദൈവത്തെ. ഇന്ന് അങ്ങനെ കാലം അല്ലല്ലോ. ആ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ഭയപ്പെടുന്ന, ദൈവദാസന്മാരെ ഭയപ്പെടുന്ന, മുതിർന്നവരെ ഭയപ്പെടുന്ന ആ ഒരു നല്ല തലത്തിൽ ദൈവത്തെയും മനുഷ്യരെയും ശബരിമലയെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായിട്ട് അതെ ഈ തിരുവചനത്തിന്റെ ബലത്തിലെ ഇതൊക്കെ എന്ത് ചെയ്തത്? ന്യായപ്രമാണം ദൈവവചനത്തിന്റെ ഈ പ്രാരംഭ സ്റ്റെപ്പുകളെ പകർന്നു കൊടുത്തതിന്റെ പ്രതിഫലനമായി ഇവരിലേക്ക് എന്ത് ചെയ്തത് വന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് മുമ്പിലായിരിക്കും ഒത്തിരി വാക്യങ്ങളൊക്കെ ഉണ്ട്. സമയങ്ങൾ അനുഭവിച്ച സമയത്തിൽ മുമ്പിൽ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകർ അല്പസമയം 2 സെക്കൻഡ് മുമ്പോട്ട് പോയി വേഗത്തിൽ ഈ ഭാഗത്ത് കടന്നു പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എവിടെയെങ്കിലും തമ്പുരാനെ മറന്നോ അനുഭവം ഉണ്ടെങ്കിൽ കർത്താവ് ഒരു ചാൻസ് കൂടെ എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക. ഇപ്പൊ പറയുമ്പോൾ പാസ്റ്റർ ഞാൻ തികഞ്ഞെന്നല്ല, ഇവർക്ക് എവിടെയൊക്കെ മറന്നോ അനുഭവം ഉണ്ട് കേട്ടോ. പിന്നെ ഓർപ്പിച്ചിട്ടു ഒരു കൊട്ടി തന്നിട്ട് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വടിയുണ്ട്, കോലുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്, അടിക്കാനുള്ളതുണ്ട്, 2 തമ്പുരാന്റെ കയ്യിലുണ്ട്. ചില സമയങ്ങളിൽ തരും. എന്തിനാണെന്നറിയാവോ? ചില സമയം നീ അനുഭവിക്കുന്ന പ്രതിഷ്ഠയുടെ കാരണം എന്നാണെന്നറിയാവോ? എവിടേക്കോ നീ ചിലത് മറന്നുപോയി. ആ മറന്നുപോയതിന് നീ ഓർത്ത് ആലയത്തിലേക്കോ ദൈവസാന്നിധ്യത്തിലേക്കോ നിന്റെ ആരാധന റൂമിലേക്കോ നിന്റെ പേഴ്സണൽ പ്രാർത്ഥന റൂമിലേക്കോ കടന്നു വന്ന് ആരാധിച്ച ദൈവത്തോട് മഹത്വം ഏറ്റു പറഞ്ഞ് തമ്പുരാനോട് ക്ഷമയേറ്റു പറഞ്ഞ് അപ്പാ ഞാൻ ഈ വിഷയം മറന്നുപോയി, ഇന്ന് ഞാൻ ഓർക്കുക മടങ്ങി വന്ന് നീ ദൈവത്തിന് വിശ്വാസത്തോടെ നിന്നാൽ നമ്മുടെ തലമുറകൾക്ക് ഒരു വീട് നാളുകളിൽ പ്രയോജനപ്പെടും. തീർന്നില്ല. നമ്മൾ കൈമാറുന്ന ഒന്നും ആ തലമുറയുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ഒരു നാടും മാറിപ്പോകത്തുന്നൊരു വചനം ദൈവത്തിനുണ്ട്. നിന്റെ തലമുറയുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യത്തില്ല, ഒരു നാട് എന്ത് ചെയ്യത്തില്ല, മാറിക്കുന്ന പകൽക്കാലം ഈ വചനത്തിന് നമ്മൾ സമർപ്പിക്കാം. ജീവിതത്തിന് നടുവിൽ ഒന്നുകൂടെ ഓർക്കാം. കണ്ണാരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നേരത്തെ വിധങ്ങളെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഒന്നുകൂടെ നമ്മെ താഴ്ത്തുവാൻ, എന്തിനാ ഓർക്കുന്നത്, എന്തിനാ നീ ഒന്നുമല്ലെന്ന് ബോധ്യമാക്കാനും ഒന്നുകൂടെ ഓർത്ത് ദൈവശ്രീ താണിരുന്ന് നമുക്ക് ആരെ കഥാപമായ ഭേദബന്ധം പുലർത്താം. ജീവിതങ്ങളുടെ ദൈവശ്രീയിൽ ഏറ്റുപറഞ്ഞ് ദൈവമായ ഭേദബന്ധത്തിലേക്ക് ആരെ നഷ്ടപ്പെട്ട ആത്മീയ ബന്ധത്തിലേക്ക് മടങ്ങി വരാം. ആരെ തലമുറകളോട് ജീവിതത്തിൽ വന്നുപോയ കൈപ്പേറിയ അനുഭവങ്ങളും വന്നുപോയ പ്രവേശനങ്ങൾക്ക് ഏറ്റുപറഞ്ഞ് ആ ഭാഗങ്ങൾ അനുഭവങ്ങളൊക്കെ കൈമാറി ഇതിനേക്കാൾ ഉപരിയായി തിരുവചന സത്യങ്ങൾ അവരിലേക്ക് കൈമാറിക്കൊണ്ട് ജയകരമായ ക്രിസ്തു നയിച്ചുകൊണ്ട് തമ്പുരാന്റെ വരവെങ്കിൽ ഒരുക്കപ്പെടാം. ഹാലലിയ. നാം മാത്രമല്ല നമ്മുടെ തലമുറകളും അന്നിട്ടതയിൽ ഒരുമിച്ച് നമ്മുടെ പിതാക്കന്മാർ ഒരുമിച്ച് നാം ചേരുമ്പോൾ നമ്മുടെ ഒരുമിച്ച് നമ്മുടെ തലമുറകളും അന്ന് മധ്യാകാശത്തിൽ ഹാലലിയ തമ്പുരാന്റെ ശ്രേഷ്ഠമേറിയ പദവികൾ പ്രാപിപ്പാൻ ആ സ്വർഗീയനാൽ അല്ലിയെ ഒരുമിച്ച് കാണപ്പെടുവാൻ ദൈവയുടെ ആക്കട്ടെ. യാത്രകളിൽ നമ്മെ തന്നെ ക്രമീകരിക്കാം. നമ്മുടെ തലമുറകളെ യാത്രകളിൽ ഹാലലിയ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം നൽകി